പ്രതീക്ഷ മാസപ്പടി കേസിനെ കുറിച്ചുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. എക്സാലോജിക് CMRL ഇടപാടിൽ SFIO ആണ് സമൻസ് നൽകിയത്. വീണ വിജയന് സമൻസ് നൽകിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് അല്ലേ. വളരെ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു വാർത്തയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വീണ വിജയന് സമൻസ് ഹൈക്കോടതിയിൽ വീണ നൽകിയ ഹർജിക്കൊപ്പമാണ് സമൻസിന്റെ രേഖ നൽകിയത്. വിവരങ്ങളുമായി MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. വീണ വിജയന് സമൻസ് ലഭിച്ചിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടാണ് ഈ സമൻസ് നൽകിയിരിക്കുന്നത്? പ്രവിത ലക്ഷ്മി, ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട SFI അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഈ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ വീണ വിജയന് എക്സാലോജിക് കമ്പനിക്ക് സമൻസ് അയച്ചിരിക്കുന്നത്. പ്രധാനമായും CMRL ഒപ്പം എക്സാലോജിക് കമ്പനികളുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമൻസ് അയച്ചിരിക്കുന്നത്. ഈ കർണാടക ഹൈക്കോടതിയിൽ വീണ വിജയൻ സമർപ്പിച്ചിരിക്കുന്ന റിട്ട് ഹർജിക്കൊപ്പം ഈ രേഖയും ഹാജരാക്കിയിട്ടുണ്ട്. ഈ ഇടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് എന്നുള്ള നിലപാടാണ് SFIOക്കുള്ളത്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു സമൻസ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. നേരത്തെ CMRLലും KSIDCയിലും SFIO സംഘം പരിശോധന നടത്തിയിരുന്നു. ഈ നേരിട്ട് ഓഫീസുകളിൽ പരിശോധന നടത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഇരു കമ്പനികൾക്കും നോട്ടീസ് നൽകിയിരുന്നു. അതിന്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ എക്സാലോജിക്കിനും സമൻസ് അയച്ചിരിക്കുന്നത്. ഈ കേസിൽ ഈ കർണാടക ഹൈക്കോടതി നിലപാട് ഏറെ നിർണായകമാണ്. കാരണം നേരത്തെ ഈ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട KSIDC കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അവിടെ നിന്ന് ആദ്യഘട്ടത്തിൽ ഒരു തിരിച്ചടിയാണ് ഉണ്ടായത്. എന്തെങ്കിലും തരത്തിൽ മറച്ചുവെക്കാനില്ലെങ്കിൽ പിന്നെ എന്തിന് അന്വേഷണത്തെ പേടിക്കണമെന്നൊരു നിലപാടായിരുന്നു ഹൈക്കോടതി സ്വീകരിച്ചത്. പിന്നീട് ഈ ഹർജി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും ഈ ഹർജി തിങ്കളാഴ്ച വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഈ വരും ദിവസങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഈ അന്വേഷണം പൂർണ്ണമായും റദ്ദാക്കണമെന്നതാണ് പ്രധാനമായും എക്സാലോജിക്കിന്റെ ആവശ്യം. മാത്രമല്ല ഈ അന്വേഷണത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കർണാടക ഹൈക്കോടതിയെ നിലവിൽ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് സമീപിച്ചിരിക്കുന്നത്. അതേസമയം ഈ അന്വേഷണത്തിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെന്ന ഒരു നിലപാടിലേക്കാണ് SFIO സംഘം പോകുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് ഈ മാസപ്പടി കേസിൽ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തുകയും പിന്നീട് ബംഗളൂരു ROCക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൈമാറുകയും ചെയ്തത്. ബംഗളൂരു ROC നൽകിയ റിപ്പോർട്ടിലടക്കം ചില കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. അതിൽ ചില ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീട് SFIOക്ക് അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം കൈമാറുകയും അത് ഒരു പരിശോധനയിലേക്കും പിന്നീട് നേരിട്ട് കേരളത്തിലേക്ക് SFIO സംഘം എത്തുന്ന ഒരു നിലയിലേക്കും പോകുന്നത്. പിന്നീട് CMRLലും KSIDCയിലും അടക്കം പരിശോധന നടത്തിയതോടെയാണ് എക്സാലോജിക്ക് നിയമപരമായി കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചതും കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയതും. ഏതെങ്കിലും തരത്തിൽ ഈ നേരത്തെ തന്നെ വീണ വിജയൻ അടക്കം നോട്ടീസ് നൽകുകയും ചോദ്യം ചെയ്യലിലേക്ക് പോകും എന്നുള്ള സൂചനകളടക്കം പുറത്തു വന്നിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ആ സമയത്ത് അതായത് CMRLുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ കൂടുതൽ രേഖകളടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ സമൻസ് നൽകിയിരിക്കുന്നത്. ഈ സമൻസ് ഹാജരാക്കണം, ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നതാണ് SFIO അറിയിച്ചിരിക്കുന്നത്. അത് അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ച ഈ കേസ് കർണാടക ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ ഈ രേഖകളടക്കം എക്സാലോജിക്ക് ഹാജരാക്കേണ്ടി വരും. ഒപ്പം കർണാടക ഹൈക്കോടതി ഈ കേസിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും ഏറ്റവും നിർണായകമാണ്. നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ രാഷ്ട്രീയമാനമുള്ള ഒരു കേസുമാണ്. കാരണം ഈ വിവാദം ഉയർന്ന ഘട്ടത്തിലടക്കം CPM വലിയ തരത്തിൽ ഒരു പ്രതിരോധം തീർത്തിരുന്നു. രാഷ്ട്രീയപരമായ ഒരു പകപോക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയ വേട്ട എന്നുള്ള ഒരു പ്രതിരോധമാണ് CPM തുടക്കത്തിൽ തീർത്തത്. പിന്നീട് SFIOയിലേക്ക് അന്വേഷണം എത്തുമ്പോഴും അത് ഏതു തരത്തിലും അന്വേഷണം നടക്കട്ടെ എന്നും അന്വേഷണം നടന്നാൽ കുടുങ്ങുന്നത് മറ്റുള്ളവരായിരിക്കുമെന്നതടക്കമുള്ള AK ബാലന്റെ പ്രതികരണങ്ങൾ വന്നിരുന്നു. എന്തായാലും ഒരു വശത്ത് CPM എക്സാലോജിക്കിന് പ്രതിരോധം തീർക്കുമ്പോൾ മറുവശത്ത് നിയമപരമായി എങ്ങനെ നേരിടാമെന്നുള്ള വഴിയാണ് ഇപ്പോൾ എക്സാലോജിക്ക് ആലോചിക്കുന്നത്. സ്മിത, പ്രവിത.
പ്രതീഷ് ഏതായാലും വളരെ രാഷ്ട്രീയ മാനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ ഹർജി കർണാടക ഹൈക്കോടതി അത് തിങ്കളാഴ്ചയാണ് പരിഗണിക്കുക എന്നുള്ള വാർത്ത വന്നപ്പോൾ തന്നെ ഇത് മുഖ്യമന്ത്രിക്കെതിരെയും അന്വേഷണം വേണം, മുഖ്യമന്ത്രിയുടെ മകളാണ് ആ അധികാര സ്ഥാനത്തിരിക്കുന്ന ആ പിതാവിൻ്റെ ആ ഒരു അധികാരം അതിൻ്റെ സ്വാധീനം ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിൽ അന്വേഷണം പോകണം. ഈ രീതിയിൽ വലിയ രീതിയിൽ പ്രതിപക്ഷം അത് ആയുധമാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പുതിയ വാർത്ത തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെക്കും എന്നുള്ളതിൽ സംശയമില്ല. അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വേറെ കുറച്ചൊരു ലളിതമായിട്ടുള്ള ഒരു കാര്യം കൂടെ, പേര് പറഞ്ഞപ്പോൾ മാറിപ്പോയല്ലേ, പ്രവിത ലക്ഷ്മി എന്ന് രണ്ടുപേര് എൻ്റെ പേര് പറഞ്ഞപ്പോൾ മാറിപ്പോയാ? സ്വാഭാവികമായി സംഭവിക്കുന്നതാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല പ്രതീഷ്, കുഴപ്പമില്ല. പ്രതീക്ഷ ഒന്നും പറയാനില്ല. പ്രതീക്ഷ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് വീണ്ടും സ്മിത എന്നൊന്നും കൂടെ പറയണ കേട്ടോ. അത് ചിലപ്പോൾ PCR എന്ന് പറഞ്ഞു കാണും അല്ലേ, പേര് മാറി. അതുകൊണ്ടല്ല പ്രതീക്ഷ പ്രധാനപ്പെട്ട വാർത്ത എങ്ങനെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. തമാശ പറഞ്ഞതാണ്.